അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തി. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയിൽ തീരുമാനം ആയിട്ടില്ല. പറഞ്ഞല്ലോ, അങ്ങോട്ട് ഞാൻ ചെല്ലട്ടെ എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിലെങ്ങനെ അനുമാനങ്ങൾ വരിക? പക്ഷേ ഞാൻ രാവിലെ യാത്ര ചെയ്ത് വന്നതല്ലേ, ഞാൻ ചെല്ലട്ടെ. താങ്ക് യു. കാണാം, നിങ്ങളെ കാണാം. തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽ ജി നാഥും ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ബാലഗോപാലിലേക്ക് പോകാം. മന്ത്രിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബാലുവിൽ നിന്ന് തേടാം. ബാലഗോപാൽ, നിർണായകമായ ഒരു കൂടിക്കാഴ്ച ഇന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. മന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് ആശമാരുടെ അടക്കം പ്രതീക്ഷ. കൂടിക്കാഴ്ച സംബന്ധിച്ച് എന്തെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടോ? ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് മന്ത്രി വീണ ജോർജ് ഡൽഹിയിലെ വിമാനത്താവളത്തിൽ അവരുടെ വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം അവർ ഡൽഹിയിലെ കേരള ഹൗസിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കേരള ഹൗസിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാണ് കേരള ഹൗസ് വൃത്തങ്ങളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും വീണ ജോർജും തമ്മിലുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ഔദ്യോഗികമായി ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല എന്നാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ വരാനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നതാണ്. കാരണം ഇന്ന് ക്യൂബൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുമായി കേരളത്തിലെ 3 മന്ത്രിമാർ, അതായത് സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ, മന്ത്രി വീണ ജോർജ്, അബ്ദുൾ റഹ്മാൻ, ഈ 3 പേർ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വൈകിട്ട് ഒരു അത്താഴ വിരുന്നിൽ ഈ ക്യൂബൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററിന് നൽകുന്ന അത്താഴ വിരുന്നിൽ ഇവർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയാണ് മന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് വരുന്നതെന്നതാണ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം. പക്ഷേ ഈ വരുന്നതിനിടയിൽ അവർ ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു ഔദ്യോഗികമായ സമയം ഇതുവരെയും നൽകിയിട്ടില്ല. ഇപ്പോൾ ഈ മന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഡൽഹിയിലെ കേരള ഹൗസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇപ്പോൾ ഈ തത്സമയ ദൃശ്യത്തിൽ കാണുന്നത്. മന്ത്രി ഡൽഹിയിലെ കേരള ഹൗസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്ന കാര്യം നമുക്ക് നോക്കാം. അല്ല, ഞാൻ പറയാം അവരോട് സംസാരിച്ചിട്ട് പറയാം. അവിടെ 11 മണിക്ക് മുതൽ നിരാഹാരം തുടങ്ങുന്നുണ്ട്. അതെ, അതല്ലേ ഞാൻ ഇന്നലെ സംസാരിച്ചല്ലോ. എല്ലാവരെയും കാണാം, ദേവാലയം എല്ലാവരെയും കാണാം. മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത് കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള ഏതെങ്കിലും കാര്യം അവർ പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുണ്ടോ, എപ്പോൾ കൂടിക്കാഴ്ച നടക്കും തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മന്ത്രി കൃത്യമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല. കാണുകയാണെങ്കിൽ അക്കാര്യം മാധ്യമങ്ങളോട് പറയാമെന്ന് മാത്രമാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നത്. ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം ഇതുവരെ ആയിട്ടില്ല എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് രാവിലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് വീണ ജോർജിൻ്റെ ഓഫീസ്, അതായത് ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്ന് ഈ സമയം തേടിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും അല്ലെങ്കിൽ ഒരു ഉറപ്പും ഇതുവരെ നൽകിയിട്ടില്ല. കാരണം ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുകയും കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഉറപ്പ് നൽകാൻ വേണ്ടി കഴിഞ്ഞില്ല എങ്കിൽ സംസ്ഥാനം അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന ഒരു ആശങ്ക കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കൂടിക്കാഴ്ച നടക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും മന്ത്രി വീണ ജോർജ് ഡൽഹിയിലെ കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട്. അവർ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കും. പക്ഷേ കേന്ദ്രം ഈ ആരോഗ്യമന്ത്രി ആ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലും ഉച്ചയ്ക്ക് ഡൽഹിയിൽ എത്തുന്നുണ്ട്. അദ്ദേഹവും നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചേക്കാം. ആ കൂടിക്കാഴ്ചയ്ക്കും ഇതുവരെയും സമയം ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്.